ആരിഫ് സാറെന്ന് വിളിക്കരുത്, വിളിക്കാലോ? അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പൊ എഴുതി ആരിഫ്. വെച്ചിട്ടുണ്ട്. ഓക്കെ. വിളിക്കരുത് രാമൻകുട്ടി, വിളിക്കരുത്. ഓക്കെ ഓക്കെ അതെ. ശരി. പറഞ്ഞു ഞാൻ പറഞ്ഞു. ബഹുമാനിക്കുന്നോണ്ട് വിളിച്ചതാണ് കേട്ടോ. എന്നാ ആരിഫ് ചേട്ടൻ എന്ന് വിളിച്ചോ, എനിക്കത് ഓക്കെ, അത് നല്ലതാ. ഞാൻ എന്റെ സ്റ്റുഡൻസിനോട് എന്നെ ചേട്ടാന്ന് വിളിച്ചാൽ മതി, അല്ലെ പേര് വിളിച്ചാൽ മതി എന്നാ പറഞ്ഞു. ഈ കാക്ക വിളി വേണ്ടെന്നാ പറയല് പൊതുവെ. അതെ അതെ, ചേട്ടാന്ന് വിളിച്ചോ, നല്ലതാ. ഓക്കെ. അപ്പൊ ഞാൻ ചേട്ടായിനെ കുറെ കാലമായി പിന്നെ വിളിക്കാൻ വിചാരിക്കുന്നു. പിന്നെ കുറെ കാര്യങ്ങള് ഞാൻ മതം വിട്ടിട്ട് 4 വർഷമായി. പിന്നെ അപ്പോ ഞാൻ ഈ അടുത്ത് ഞാൻ സ്വീഡനിലോട്ട് മാറി കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ. നാട്ടില് മലപ്പുറത്താണ്. പിന്നെ ഇപ്പൊ സ്വീഡനിലോട്ട് 6 മാസം മുന്നേ മാറി. ഞാൻ ആരിഫ് സാറിന്റെ ആരിഫ് ചേട്ടായിന്റെ മറ്റേ പിന്നെ ആർട്ടിക്കിൾസ് ഒക്കെ വായിച്ചിട്ടുണ്ടായിരുന്നു ഹോമിയോപ്പതിയിലുള്ള. അപ്പോ പിന്നെ ഞാനൊരു റിസർച്ചറാണ്. ഞാൻ PhD കഴിഞ്ഞു നാട്ടിൽ നിന്ന്. പിന്നെ ഇപ്പോ പോസ്റ്റ് ഡോക്ടർ റിസർച്ചർ ആയിട്ട് സ്വീഡനിൽ വർക്ക് ചെയ്യാണ്. അപ്പൊ ഞാൻ താങ്കളുടെ പിന്നെ ആർട്ടിക്കിൾസ് ഒക്കെ വായിച്ചിരുന്നു. മറ്റേ എന്താ പറയാ, ഹോമിയോപ്പതി ക്യാൻസർ ഉണ്ടാക്കുന്ന കിഡ്നിന്റെ. അപ്പൊ ഞാൻ റിസർച്ചർ ആയതുകൊണ്ട് അത് അപ്പൊ ഞാൻ ആ റിസർച്ചർ ആയതുകൊണ്ട് ആ ഒരു രീതിയിലും കൂടി താങ്കളുടെ പിന്നെ റിസർച്ചിനെ അനലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്ത് തോന്നി? നല്ല ഫൈൻഡിങ്സ് ആയിട്ട് തോന്നിയത്. അത് പിന്നെ എനിക്ക് തോന്നുന്നത് ഒരു സർവേ പോലെ നടത്തിയിരുന്നു തോന്നുന്നുണ്ട്. പിന്നെ മരുന്ന് എടുത്തിട്ട് അതിന് അനാലിസിസ് ചെയ്ത് കൂടുതലും ക്ലിനിക്കൽ സ്റ്റഡി കൊറോബറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കെമിക്കൽ അനാലിസിസ് പിന്നെ അങ്ങനെയാണ് പോകുന്നത് പലതും. ഇത് ലിവർ ടോക്സിസിറ്റിയുടെ ആണ്. കേസ് സീരീസ് ആയിട്ടാണല്ലോ വരുന്നത്. അപ്പൊ ഇപ്പൊ പേപ്പേഴ്സ് ഒന്നും കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല. കാരണം ഞാൻ 2 പേപ്പേഴ്സ് ഫസ്റ്റ് ഓതർ ആയിട്ട് എന്താ കണ്ടിട്ടുള്ളൂ. പിന്നീട് ഒക്കെ സെക്കൻഡ് തേർഡ് ഓതേഴ്സ് ആയിട്ട് കണ്ടിട്ടില്ല. ഇപ്പൊ പേപ്പേഴ്സ് ഒന്നും അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല. ഉണ്ട്, നമ്മുടെ ടീമിൽ നിന്ന് കൂടുതലും ഡിസൈനും എല്ലാം ഡോക്ടർ ആബി തന്നെയാണ്. അപ്പം മിക്കവാറും അങ്ങനെയാണ് വരിക. ഞാനിപ്പോ PhD കഴിഞ്ഞ് ഇങ്ങനെ റിസർച്ച് മറ്റേ ഗൂഗിൾ സ്കോളർ പ്രൊഫൈലൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുകയാണ്. ഫാർമസ്യൂട്ടിക്കൽ ആണോ? ഫാർമസ്യൂട്ടിക്കൽ റിസർച്ച് ഫാർമസ്റ്റിക്കൽ ആണ്, പക്ഷെ എന്റെ ഫാർമസ്റ്റിക്കൽ ഡീഗ്രഡേഷൻ ആണ്, വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ് ആണ്. അത് ഫാർമസ്റ്റിക്കൽ വേസ്റ്റ്, പ്ലാസ്റ്റിക് റെസിഡ്യൂ, പിന്നെ അതെ ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്ന സർഫാക്ടൻസ് ഇല്ല. ഇപ്പൊ PFAS എന്ന് പറഞ്ഞിട്ട് ഒരു സർഫാക്ടൻ ഗ്രൂപ്പ് ഭയങ്കര ഇപ്പൊ പുതിയ സിനിമയൊക്കെ ഇറങ്ങി. നോർത്ത് അമേരിക്കയിലൊരു സിനിമയൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പൊ ഭയങ്കര ഹൈപ്പാണ് PFAS എന്ന് പറഞ്ഞൊരു കോമ്പൗണ്ട്സിന്. അപ്പൊ അതിനെ ഡീഗ്രേഡ് ചെയ്യാനുള്ള ഒരു പരിപാടിയാണ്. നമ്മളുടെ കാനയെ പരിചയമുണ്ടോ? കാന സുരേന്ദ്രൻ, സുരേഷ് സോറി ഇല്ല, ഞാൻ പരിചയമില്ല. പുള്ളിയുടെ ഏരിയ ഈസ് ഇൻ ഡെവലപ്പിംഗ് അബ്സോർബൻസ്, പോളിമർ അബ്സോർബൻസ് ഫോർ പെട്രോളിയം സ്പിൽസ്. അത് നല്ലൊരു പേപ്പറാണ്. പുള്ളി ഒരു വർഷം ഏകദേശം ഒരു 20-24 പേപ്പർ അഗ്വാൻടെകീമിൽ പബ്ലിഷ് ചെയ്യുന്ന നല്ലൊരു സയൻറ്റിസ്റ്റാണ്. നല്ലൊരു സയൻറ്റിസ്റ്റ് എന്ന് വെച്ചാൽ വൺ ഓഫ് ദ മോസ്റ്റ് സെലിബ്രേറ്റഡ് കെമിസ്റ്റ്സ് ഇൻ ഇന്ത്യ. പുള്ളി ഐസറിന്റെ പ്രൈസ് അടിക്കും. അതെ, ഞാനത് നേരത്തെ പറഞ്ഞാണ്. ഓക്കെ, അത് ആരിഫ് കടമെടുക്കരുത്, ഞാൻ പറഞ്ഞതാണത്. കൈപ്പള്ളി പറഞ്ഞ പ്രകാരം പുള്ളി നോബൽ പ്രൈസ് അടിക്കും. In the next 10 years, not immediately. Yeah, the thing is, he's the dean of the chemistry department in ICER, Trivandrum. So എപ്പോൾ വേണമെങ്കിലും പോവാം. ആരിഫിൻ്റെ പേര് പറയാം, നമ്മുടെ പേര് പറയാം. ഈസ് ഓൾവേസ് വെൽക്കം. ഐ മീൻ he'll be one of the നല്ല എൻഗേജിങ് ആയിരിക്കും. പുള്ളി ആ സ്ഥലമെല്ലാം കൊണ്ടുപോയി കാണിക്കും. ഒരു പബ്ലിക് സ്പീക്കർ കൂടിയാണ്. KNA കാന സുരേഷ് എന്ന് മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഒക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിയുടെ കുറേ ഇൻ്റർവ്യൂസ് ഒക്കെ വരും. ഏറ്റവും കൂടുതൽ ഈ മലയാളം മാധ്യമങ്ങളിൽ നിന്ന് വരുന്നത് നോക്കരുത്. അതിൽ പുള്ളി കമു കയറുന്നതിൻ്റെ വീഡിയോസ് മാത്രമേ കാണൂ. മീൻസ് ഞാൻ പറയാൻ കാരണം പുള്ളിയുടെ ഒരു പബ്ലിക് ഒരു ഔട്ട്റീച്ച് നന്നായിട്ടുള്ള കൂട്ടത്തിലാണ്. ഈ പറയുന്ന ഈ സയൻസ് ഇങ്ങനെ സയൻസായിട്ട് ഇങ്ങനെ ബുദ്ധിജീവിയായിട്ട് നടക്കുന്ന ആളല്ല. ഇതെല്ലാം പബ്ലിക്കിലേക്കും കൂടി എത്തിക്കാൻ വേണ്ടി ബ്രിഡ്ജിങ് കൂടി നടത്തുന്ന ഒരാളാണ്. നല്ലൊരു സ്പീക്കർ, എഫക്റ്റീവാണ്. സോ സൽമാൻ, താങ്ക് യു. ഐ മീൻ വണ്ടർഫുൾ. ഐ മീൻ ആരിഫിനോട് എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ? സൽമാന്റെ കഥ ചുരുക്കി പറയൂ. അത് പറയൂ, നമ്മുടെ കാര്യമൊക്കെ പിന്നെ.
മദ്രസ പീഡനം ആയിരുന്നല്ലോ വിഷയം. ഞാൻ കേട്ടോണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാനൊരു എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു വിഷയം പറയാം. ഉം. അപ്പൊ ഞാന് 16 വയസ്സില് വീട്ടുകാരെ കൂടി നിർബന്ധിച്ച് മക്കത്തോട്ട് പറഞ്ഞു വിട്ടു ഉംറ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോ ഉംറ ചെയ്യാൻ പോയി. അപ്പൊ ഉംറ ചെയ്യുന്ന സമയത്ത് മറ്റേ ഹജറുൽ അസ്വദ് ഉണ്ടല്ലോ, അതിന്റെ മുത്തമടിയിലും സ്വർഗത്തിന്റെ മണം കിട്ടാൻ വേണ്ടിയിട്ട് ആൾക്കാരൊക്കെ കൂടി പല കോപ്പറകളും കാണിക്കലുണ്ടല്ലോ അവിടെ. അപ്പൊ ആ സമയത്ത് അപ്പൊ എനിക്കും സ്വർഗത്തിന്റെ സുഖം കിട്ടണം എന്നുള്ളതുകൊണ്ട് വീട്ടിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു തൊടാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ അങ്ങനെ പോയി തൊടാൻ നോക്കിയായിരുന്നു. അപ്പൊ തൊടാനൊന്നും പറ്റിയില്ല, ഭയങ്കര തിരക്കായിരുന്നു. അപ്പൊ ഭയങ്കര തവാഫിന്റെ തിരക്കിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് ഈ പോയി തൊടാന്ന് വിചാരിച്ചിട്ട് നട്ടുച്ച സമയത്ത് പോവാൻ നിൽക്കുന്ന സമയത്ത് പിന്നെ എനിക്ക് കൺട്രോൾ വിട്ടു നടത്തത്തിന്റെ. കാരണം ഭയങ്കര തിരക്ക്, ഉന്തും തള്ളിയിട്ട് നടത്തത്തിൽ കൺട്രോൾ വിട്ടു. അപ്പൊ ആ സമയത്ത് എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു അറബി, ഏത് രാജ്യക്കാരനാണെന്ന് അറിയില്ല, അറബിയാണെന്ന് അറിയാം. പുള്ളിക്കാരൻ ഇതിനെ തൊട്ടിട്ടോ മുത്തട്ടിട്ടോ അല്ല ഉമ്മ വെച്ചിട്ടോ വരികയാണ്. അപ്പൊ വരുന്ന സമയത്ത് പിന്നെ എനിക്കാണെങ്കിൽ കൺട്രോൾ കിട്ടുന്നില്ല. ഞാന് തെക്കും തിരക്കിലും പെട്ട് വലത്തോട്ടാക്കുമ്പോ ഞാൻ വലത്തോട്ട് പോകും, ഇടത്തോട്ടാക്കുമ്പോ ഇടത്തോട്ടും, അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കുറച്ചു നേരം. അപ്പോ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഇയാൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരികയാണ്. അപ്പൊ ഇയാള് വലത്തോട്ട് പോയി. അപ്പൊ ഈ തിരക്ക് എന്നെ അങ്ങോട്ട് കൊണ്ടുപോയി, ഉന്തിത്തള്ളി അങ്ങോട്ട് കൊണ്ടുപോയി ആൾക്കാരെ കൂടി. അപ്പൊ ഇയാൾ ഇടത്തോട്ട് പോയപ്പോ എന്നെ തിരക്കിലോട്ട് പെട്ടിട്ട് എന്നെ ഇടത്തോട്ടാക്കി. അപ്പൊ ഇയാള് അങ്ങ് ദേഷ്യം പിടിച്ചിട്ട് ഇതിനെ ഫിസിക്കൽ അസോൾട്ട് ആണോ സെക്സ്വൽ അസോൾട്ട് ആണോ എന്ന് പറയാന്ന് എനിക്കറിയില്ല, ഞാൻ എന്താണ് സംഭവം എന്നുള്ളത്. അപ്പൊ എന്നിട്ട് എന്താ ഇയാള് ദേഷ്യം കയറിയിട്ട് എന്റെ ഫാലസ്മ പിടിച്ചിട്ട് ഞെക്കി. അപ്പൊ എനിക്കാകെ കൂടി ഭയങ്കര എന്താ പറയാ, ഞാൻ 16 വയസ്സൊരു കുട്ടിയാണ്. അപ്പൊ എനിക്ക് സ്വർഗം എന്നൊക്കെ പറഞ്ഞ് ആ സമയത്ത് തന്നെയാണ് കേട്ടോ ഞാൻ ഒരു പൊട്ടൻഷ്യൽ ജിഹാദിസ്റ്റ് ആയിരുന്നു. ഞാൻ ജമാഅത്ത് ഇസ്ലാമിന്റെ സ്കൂളിലായിരുന്നു ഉണ്ടായിരുന്നു, ഹോസ്റ്റലിലായിരുന്നു. അപ്പൊ ആ സമയത്ത് കൂട്ടുകാരോടൊക്കെ അൽഖയ്ദയിൽ പോയി ചേരണം, ഐസിസ് അന്ന് അത്ര ഫേമസ് അല്ല, അപ്പൊ അൽഖയ്ദയിൽ പോയി ചേരണം, താലിബാന് ചേരണം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന സമയമായിരുന്നു. ആ സമയത്താണ് മക്കത്തോട്ട് പോകുന്നതും സ്വർഗത്തിന്റെ അടുത്ത് തന്നെ, മക്കയും മദീനയും സ്വർഗത്തിന്റെ ഭാഗമാണെന്നാണല്ലോ അറിയപ്പെടുന്നത്. അപ്പൊ അവിടുന്ന് തന്നെ ഈ അറബിന്റെ അടുത്തുനിന്ന് ഈ പീഡനം നേരിടുന്നത്. അപ്പൊ എന്നിട്ട് പിന്നെ എനിക്ക് ഇനി ഹജറസ്വദൊന്നും വേണ്ട, എവിടെ രക്ഷപ്പെടട്ടെ എന്ന് പറഞ്ഞാൽ ഒരു ഓട്ടമായിരുന്നു. ഓടി അവിടെ റൂം എടുത്തിട്ടുണ്ടായിരുന്നു താൽക്കാലികമായിട്ട് വീട്ടുകാർ. അവിടെ പോയി ഇരുന്നു. കഥ ആരോടും പറഞ്ഞിട്ടൊന്നുമില്ല. ഇപ്പൊ ഈ അടുത്താണ് ഞാൻ ബ്ലോഗൊക്കെ എഴുതാറുണ്ട്. അപ്പൊ ഇങ്ങനെ കുറെ അനാലിസിസ് ചെയ്യാറുണ്ട്. കൊറോണ സമയത്താണ് പുറത്തു വരുന്നത്. ഞാൻ ഈ അംബേദ്കർ ഒരു മോട്ടിവേഷൻ ആയിരുന്നു പുള്ളിക്കാരന്. ബുദ്ധന്തമ്മയിൽ ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്, ഓരോ അനാലിസിസ് ചെയ്യുന്നുണ്ട് പല പുസ്തകങ്ങള്, ബൈബിളും ഖുറാനും ഗീതയൊക്കെ വെച്ചിട്ട്. അപ്പൊ അങ്ങനെ ഒരു അനാലിസിസ് ചെയ്തിട്ടാണ് പുറത്തു വരുന്നത്. അപ്പൊ ഞാൻ പുറത്തു വന്നതിന് ശേഷമാണ് ഞാൻ ഇങ്ങനത്തെ ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ ബ്ലോഗിൽ എഴുതുകയും വീട്ടിൽ എൻ്റെ വൈഫിനോട് പറയുകയും അങ്ങനെ ഇപ്പൊ പബ്ലിക് ഫോറത്തിൽ ഞാൻ പറയലുണ്ട്. ഇപ്പൊ ഇന്നലെയും കൂടി വേറൊരു യൂട്യൂബ് ചാനലിൽ ഇങ്ങനെ പോയി പറഞ്ഞു, ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട്, മുസ്ലിങ്ങൾ വരുന്ന സ്വർഗത്തിൽ ഇതാണ് അവസ്ഥ എന്ന് ഞാൻ പറഞ്ഞു. അതാണ് സംഭവം. അപ്പൊ ഇതൊരു അനുഭവമാണ്. ഇങ്ങനത്തെ കുറെ അനുഭവങ്ങളില് വെളിച്ചത്തിലും കുറെ വായനയുടെ വെളിച്ചത്തിലും നിന്ന് പുറത്തു വന്നതാണ്. മോസ്ക് മീ ടു എന്ന് പറയുന്ന ഒരു സംഭവത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? മോസ്ക് മീ ടു ഇല്ല, കേട്ടിട്ടില്ല. അതുപോലെ ഹജ്ജിന് സ്ത്രീകൾ ഹജ്ജ് ചെയ്യുന്ന സമയത്ത്, തവാഫ് ചെയ്യുന്ന സമയത്ത് സ്ത്രീകൾ അനുഭവപ്പെട്ടിട്ടുള്ള പീഡനങ്ങൾ, അത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അവിടെ നടക്കുന്നുണ്ട്. പക്ഷേ ഇത് നമ്മളത് പുറത്താരും ഇത് പറയാറില്ല, പ്രത്യേകിച്ച് സ്ത്രീകൾ ഇതിനെപ്പറ്റി പറയാറില്ല. പുരുഷന്മാർക്കും ഇത് നേരിടാറുണ്ട്. പുരുഷന്മാരെയും ഇതുപോലെ പീഡിപ്പിക്കുന്ന ഇതുപോലുള്ള അസോൾട്ടുകൾ. നിങ്ങൾ നേരത്തെ ചോദിച്ചാൽ ഇത് ഫിസിക്കൽ അസോൾട്ടാണോ സെക്ഷൽ അസോൾട്ടാണോ എന്ന് വെച്ചാൽ ഇത് സെക്ഷൽ വയലൻസ് ആണ്. ഇത് സർവ്വസാധാരണമാണ്. ഇത് കണ്ടില്ലേ, 100 women മുസ്ലിം വിമൻ റാലി അറൗണ്ട് മോസ്ക് മീ ടു. ഇതെന്താ സംഭവം? 2018 വന്ന ഒരു വളരെ ഫേമസ് ആയിട്ടുള്ളൊരു
പ്രൊട്ടസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം, ഒരു ഓൺലൈൻ പ്രൊട്ടസ്റ്റ്. നമ്മൾ ഈ മീറ്റു ഇവിടെ വലിയ തോതിൽ ചർച്ചയായ സമയത്താണ് ഇത് വരുന്നത്. അതിന് കാരണം തന്നെ ഇതായിരുന്നു. അതായത് ഈജിപ്ഷ്യൻ അമേരിക്കൻ ഫെമിനിസ്റ്റ് ആൻഡ് ജേർണലിസ്റ്റ് മോണ എൽ തഹാവി ഫസ്റ്റ് ടോക്ഡ് അബൌട്ട് ഹെർ എക്സ്പീരിയൻസ് ഓഫ് സെക്ഷൽ അസോൾട്ട് ഡ്യൂറിങ് ഹജ്ജ് ഇൻ 2013. She is behind Mosque Me Too. Muslim men and women from around the world started using the hashtag yesterday, and in less than 24 hours, it was tweeted 2,000 times. ഇതാണ് അന്നുണ്ടായി. It has gone on to become one of the top 10 trends of Farsi Twitter. Many of the women sharing their experiences on Twitter report being groped, inappropriately touched, or having someone rub against them in the crowd. It is estimated 2 million Muslims undertake Hajj each year, creating huge crowds in the holy city of Mecca. ഇതാണ് സംഭവം. അപ്പോൾ ഇതൊരു വലിയ ചർച്ചാ വിഷയമായി. സ്വാഭാവികമായിട്ട് ഇത് വന്നപ്പോൾ ഇത് പറഞ്ഞ ആളുകളെ സ്ലട്ട് ഷെയിം ചെയ്യുന്നു, അവരെ വിക്ടിം ബ്ലെയിം ചെയ്യുന്നു. അങ്ങനെ ഇത് അവിടെ നിന്ന് പോയി, മീൻസ് അത് അവിടെ ഒതുക്കി. ഇതാണ് സംഭവിക്കുക. പിന്നെ ഇതിൽ ആ നോട്ട് ട്രൂ സ്കോട്ട്സ്മെൻ, അവരൊന്നും യഥാർത്ഥ മുസ്ലിങ്ങളല്ല എന്ന് പറഞ്ഞിട്ട് അവിടെ വേറെ. ഇതൊക്കെയാണ് അവിടെ സംഭവം. നമ്മൾ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഈ ഒരു വിഷയം ഇത് വലിയൊരു സംഭവമാണെന്ന് മാത്രമല്ല, നമ്മളൊരു പള്ളി മദ്രസ എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഒരു പ്രൈം ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അത് ഏറ്റവും മികച്ച ധാർമ്മിക ആ ഒരു ഉത്ബോധനം കൊടുക്കുന്നു, ആ ഒരു ബോധത്തിൽ പിടിച്ചു നിർത്താൻ സഹായിക്കുന്ന ഒരു സ്ഥലം, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് പ്രേരണ നൽകുന്ന സ്ഥലം എന്നൊക്കെ കൂടി വെച്ചിട്ടാണ്. ഇത് നമ്മളെ ലോകത്തെ ഏത് പള്ളി എടുത്താലും ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന പള്ളി അതാണല്ലോ ഈ പള്ളി. ആ പള്ളിയിൽ നടക്കുന്ന കാര്യമാണ് ഈ പറയുന്നത്. ഇനി അതിൽ നമ്മൾ തമാശയ്ക്കൊരു കാര്യം പറയാറുണ്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു എന്താ പറയുക, ഒരു സർക്കാസ്റ്റിക്കലി, അതായത് ഈ ഹജ്ജ് നടക്കുന്ന 10 ദിവസത്തെ സൗദി അറേബ്യ മൊത്തം നമ്മളെടുത്തിട്ട് സൗദി അറേബ്യയുടെ ഒരു ജാക്കി മാപ്പ് നമ്മളെടുത്താൽ സൗദി അറേബ്യയിൽ ഏറ്റവും കൂടുതൽ ജാക്കി വെപ്പ് നടക്കുന്നത് ഈ ഹജ്ജിൻ്റെ 10 ദിവസങ്ങളിൽ. അത് ഈ ബ്ലാക്ക് ബോക്സിന് ചുറ്റുമാണ്. ഇതാണ് നമ്മളുടെ ഒരു കണക്ക്, ഒരു റഫ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. ഇതാണ് അവിടെ നടക്കുന്നത്. അതായത് സൗദിയിലെ ബാക്കി സ്ഥലങ്ങളിൽ നടക്കുന്നതിനേക്കാൾ കൂടുതൽ കോൺസെൻട്രേറ്റഡ് ആയിട്ട് ഈ പണി നടക്കുന്നത് ഇവിടെയാണ്. ഇതാണ് നമ്മൾ പറയുന്നത്. ഇത് പറയുമ്പോൾ വിശ്വാസികൾക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയില്ല. നമ്മളെന്തോ മോശം പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് നമ്മളെ തന്തയ്ക്കും തള്ളയ്ക്കൊക്കെ വിളിക്കുക എന്നുള്ളതാണ് ഇവരുടെ സ്ഥിരം പരിപാടി. പക്ഷേ നമ്മളിത് പറയും. കാരണം ഈ മോസ്ക് മീ ടു എന്ന് പറയുന്ന സാധനം ഇവിടെ ഉണ്ടായിട്ടുള്ളതാണ്. അത് മീ ടു മാത്രമല്ല, ഇവിടെ മോസ്ക് മീ ടു ഉണ്ട്. യെസ്. അപ്പോൾ സൽമാൻ പറഞ്ഞത് സെക്ഷൽ അസോൾട്ട് ആണോ അത് മറ്റെന്തെങ്കിലും ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോ ഡൗട്ട് ദാറ്റ് ഈസ് സെക്ഷൽ അസോൾട്ട്, ഒരു സംശയമില്ല. ജസീം എന്തോ ആഡ് ചെയ്യാനുണ്ട്? എനിക്ക് സൽമാനോട് 2 ചോദ്യം ചോദിക്കാനുണ്ട്. എന്തായാലും വന്നതല്ലേ. അപ്പോൾ ഈ ആദ്യം പറഞ്ഞ കാര്യം എക്സ്പീരിയൻസ് ഉണ്ടായത് കൊണ്ട്, അല്ലെങ്കിൽ കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ട്, വിശ്വാസികൾ ഒരു പക്ഷേ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. നിങ്ങൾക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടായി ഇതുപോലത്തെ നെഗറ്റീവായിട്ടുള്ള, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മതം വിട്ടാൽ ഒരു പക്ഷേ നാളെ ഒരു പോസിറ്റീവായ എക്സ്പീരിയൻസ് ഉണ്ടായാൽ നിങ്ങൾ മതത്തിലേക്ക് തിരിച്ചു വരുമോ? പിന്നെ രണ്ടാമത്തെ ചോദ്യം, ഈ അൽഖയ്ദ പോലുള്ള സംഘടനകളുമായിട്ടൊക്കെ എങ്ങനെയാണ് അത് തോന്നിയത്? ആ സമയത്ത് എന്തായിരുന്നു അതിൻ്റെയുള്ളൊരു ഉത്തേജനം? അത് അവരൊക്കെ ചെയ്യുന്നതൊക്കെ നമുക്ക് അത് ശരിയാണെന്ന് തോന്നാൻ കാരണം എന്തായിരുന്നു? ഒരു വിശ്വാസി ആ സമയത്തുള്ളൊരു മാനസികാവസ്ഥ പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞു. ഞാൻ ചോദിച്ചു 2 ചോദ്യം. എന്തായാലും സൽമാൻ്റെ ഒരു അഭിപ്രായം അറിയാൻ വേണ്ടി ചോദിക്കുന്നു. അതിലൊക്കെ ആഡ് ചെയ്യാം. അതായത് അൽഖയ്ദ, ഐസിസ് എന്നൊക്കെ പറയുന്നത് അമേരിക്കയുടെ സൃഷ്ടിയാണെന്നാണല്ലോ പറയുന്നത്, അല്ലെങ്കിൽ ജൂത സൃഷ്ടിയാണ്. അതെങ്ങനെ കൗണ്ടർ ചെയ്തു സ്വയം? അത് ഫസ്റ്റ് നമ്മൾ ജസീം ചേട്ടായുടെ ഫസ്റ്റ് ജസീമിന്റെ ജസീം എന്ന് വിളിച്ചാൽ മതി, ചേട്ടായി ഒന്നും വിളിക്കണ്ട. ജസീം വളരെ പയ്യനാണ്, താടി മുടിയൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. ഓ ശരി. അപ്പോൾ ജസീമിന്റെ പോസിറ്റീവ് എക്സ്പീരിയൻസ് ഉണ്ടായാൽ തിരിച്ചു വരുമോ എന്ന്. ഇത് ഞാന് നമ്മുടെ ഇന്നലെ ഒരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ ഞാൻ ഇതേപോലെ ഇങ്ങനെ ലൈവില് വന്നപ്പോ ലുബിന എന്ന് പറഞ്ഞിട്ടൊരു ചാനലുണ്ട്, അധികം വന്നിട്ടില്ല, പാകിസ്ഥാൻ. പുള്ളിക്കാരിന്റെ ഇതിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ പറയാൻ പറ്റിയിട്ടില്ല. നല്ല ചോദ്യം, പോസിറ്റീവ് എക്സ്പീരിയൻസ് ഉണ്ടായി. പക്ഷെ ഇതിപ്പോ എന്താ അറിയോ, ഇത് ഞാനിങ്ങനെ ഒരു വിശകലനം ചെയ്യാണ്. ഞാന് അതുവരെ അങ്ങനെ വിശകലനം ചെയ്തിട്ടില്ല. കൊറോണ സമയത്ത് നമ്മള് ലാബ് കൂട്ടിയിട്ടു, ഉള്ളിൽ കയറ്റാൻ പറ്റാതായി, ഉൾക്കയറാൻ പറ്റാതായി, പ്രാക്ടിക്കൽ വർക്കൊന്നും നടക്കുന്നില്ല. പിന്നെ നടക്കുന്നത് തിയറി വർക്ക് മാത്രമാണ്. അപ്പൊ തിയറി വർക്കിന് ഒരു പരിധി ഉണ്ട്. 4 മണിക്കൂറൊക്കെ ഇരുന്ന് വായിക്കാൻ പറ്റില്ല പേപ്പറൊക്കെ, ഒരു പരിധിയില്ല. അപ്പൊ ഇങ്ങനെ ഇരുന്ന് വായിക്കുകയാണ് ഞാന്. പിന്നെ മറ്റേ അംബേദ്കറിന്റെ പുസ്തകങ്ങൾ നേരത്തെ വായിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോ അംബേദ്കർ മറ്റേ ബുദ്ധ നിസ്തമ എന്ന് പറഞ്ഞ ഒരു പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്,
അതായത് സംഭവം പുള്ളിക്കാരൻ ബുദ്ധിസത്തിനെ പൊക്കിയടിക്കുകയാണ്. പുള്ളിക്കാരൻ ഒരു പൊളിറ്റിക്കൽ ഒരു പൊളിറ്റിക്കലായിട്ട് ബുദ്ധിസത്തിനെ കണ്ടിട്ട് പുള്ളിക്കാരൻ്റെ ഒരു എന്താ പറയാ ദളിതരെ കൂടി ഒരു ഇതിലോട്ട് കൊണ്ടുവരിക എന്നുള്ള ഒരു ഐഡിയയില് ബുദ്ധിസത്തിനെ അതിന് എന്താ പറയാ ഒരു മാർഗമാക്കി എടുക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ പുള്ളിക്കാരൻ അതിലോട്ട് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ മതങ്ങളെ വിശകലനം ചെയ്തിട്ട് ഞാൻ എന്തുകൊണ്ട് ബുദ്ധിസം സ്വീകരിച്ചു എന്ന് പറയുന്നത്. അപ്പൊ അതില് പറയുന്ന ഒരു വാചകം ഉണ്ടായിരുന്നു. അതായത് മുഹമ്മദ് അന്ത്യപ്രവാചകനായി വന്നു. ജീസസ് ഞാൻ ദൈവപുത്രനാണെന്ന് പറഞ്ഞു. കൃഷ്ണൻ പറഞ്ഞു ഞാൻ ദൈവമാണെന്ന് പറഞ്ഞു. ഇതില് ബുദ്ധനാണ് വന്നിട്ട് പറഞ്ഞത് ഞാൻ മതത്തിന്റെ ഭാഗമല്ല, എനിക്കൊരു സാധനം എനിക്കൊരു അറിവ് കിട്ടി അത് പകർന്നു നൽകുന്നത് ബുദ്ധൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പിൽക്കാലത്ത് പിന്നെ അതിന് എന്താ പറയാ ബുദ്ധനെ ദൈവമാക്കി ബുദ്ധിസ്റ്റുകൾ പിന്നീട് മാറ്റുകയാണ് ചെയ്തതെന്ന് പറയുന്നുണ്ട്. ഇത് പറയാണെങ്കിൽ കുറെ ഉണ്ട്, അത് നമുക്ക് പിന്നെ സംസാരിക്കുന്ന വിഷയമാണ്. അപ്പോ പിന്നീട് അപ്പൊ ഞാനിങ്ങനെ ഇതിങ്ങനെ കേട്ടപ്പോ എനിക്ക് ഭയങ്കര ഒരു എന്താ പറയാ ഭയങ്കര ലോജിക്കൽ സാധനമായി തോന്നി. അപ്പൊ ഞാൻ ഈ അംബേദ്കർ ചെയ്ത പോലെ ഖുറാനും ബൈബിളും ഗീതയും ദമ്മയും കൂടി എടുത്തിട്ട് അങ്ങ് വായിച്ചു. അപ്പൊ ഇത്രയും കാലം ഞാൻ ഖുറാന് വായിച്ചിട്ടുണ്ട്, അർത്ഥമൊക്കെ നോക്കി. പക്ഷെ ഈ ഗീതയും ബൈബിളും ഖുറാനും കൂടി എടുത്ത് വായിക്കുമ്പോൾ ഒരു അതിൻ്റെ ഇടയ്ക്ക് മനുസ്മൃതി ഉണ്ടായിരുന്നു കേട്ടോ. മനുസ്മൃതി എടുത്ത് വായിച്ചിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുക, കൂടുതൽ സമയമുണ്ട്. അപ്പോൾ ഒരു കമ്പാരിറ്റീവ് റിലീജിയൻ എന്ന രീതിയിൽ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എനിക്ക് തോന്നിയൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല്, ഞാൻ അതുവരെ പിന്നെ നമ്മുടെ ഈ CAന്റെ വിഷയമുള്ള സമയത്ത് ഞാൻ ഈ ജമാഅത്ത് ഇസ്ലാമിക്കാർ ഇതിലോട്ട് ഭയങ്കരമായിട്ട് വന്നിട്ടുണ്ടായിരുന്നല്ലോ, SIക്കാരൊക്കെ. ആ സമയത്ത് ഇവരൊക്കെ ഒപ്പം കൂടി ഞാൻ ഭയങ്കരമായിട്ട് CA കൊണ്ടുവരാൻ പാടില്ല, BJP RSSനെതിരെ ഭയങ്കരമായിട്ട് പറഞ്ഞ് എഴുതി കുറെ എഴുതലുണ്ടായിരുന്നു. അവർക്കെതിരെ, RSSനെതിരെ, BJPക്കെതിരെ കുറെ എഴുതി. ബ്ലോഗിന്റെ പേരെന്താ? ബ്ലോഗ് ചെറിയ ബ്ലോഗാ. ഞാൻ ഇത് പറഞ്ഞ പോലെ പേര് കൊടുത്തിട്ടില്ല, മീഡിയത്തിലാണ് എഴുതുന്നത്. മീഡിയം. അതില് മീഡിയത്തില് ഞാൻ വേണമെങ്കിൽ ലിങ്ക് ഗ്രൂപ്പിൽ ഇടാം. ഇതിലിട്ടാ മതി, ഇതിലെ പ്രൈവറ്റ് ചാറ്റിൽ ഇട്ടാൽ മതി, സൗകര്യം പോലെ. പ്രൈവറ്റ് ചാറ്റിൽ ഇടാം. കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെ നമുക്ക് ഇവിടുന്ന് പിടിക്കാമല്ലോ. അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. അല്ല, അത് നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് നമ്മളുടെ ഒരു എന്താ പറയാ ഒരു ലക്ഷ്യമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് മാത്രം ചാപ്പ കിട്ടിയാൽ മതി, ഷെയർ ചെയ്യണം. പൗരത്വ ഭേദഗതി ബില്ല്, CA പ്രൊട്ടസ്റ്റിൽ നിങ്ങൾ ആദ്യം അനുകൂലിക്കുകയും പിന്നെ അതിന് എന്ത് തിരിച്ചറിവാണ് നിങ്ങൾക്ക് ഉണ്ടായത് അതും കൂടി ഇവിടെ പറയണം. അൽഖയ്ദയുടെ കാര്യം പറഞ്ഞിട്ട് മതിട്ടാ, നമ്മൾ ചോദിച്ച ചോദ്യങ്ങളുണ്ടല്ലോ. അതെ, അത് ഞാൻ പോസിറ്റീവ് എക്സ്പീരിയൻസിന്റെ കാര്യത്തിൽ ഇങ്ങനെ പറഞ്ഞു വന്നതാ. എനിക്ക് തോന്നി ഈ രണ്ട് കാര്യം കൂടി ഈ കഥ പറയുന്നതോട് കൂടി രണ്ട് ചോദ്യത്തിനുള്ള ഉത്തരവാകുന്ന എനിക്ക് തോന്നുന്നു. അപ്പോ പോസിറ്റീവ് എക്സ്പീരിയൻസ്, അപ്പൊ ഞാന് അപ്പോ അങ്ങനെ ഇരുന്ന് വായിച്ചു. അപ്പൊ ഞാൻ ഈ എന്താ പറയാ CAന്റെ സമയത്ത് RSSനെതിരും BJPക്കെതിരും ഇങ്ങനെ പറഞ്ഞ് അംബേദ്കറിസത്തിലോട്ട് എത്തിപ്പെട്ടു. അപ്പൊ അംബേദ്കറിസത്തിലോട്ട് എത്തിപ്പെട്ട സമയത്ത് ഞാനൊരു മോഡറേറ്റ് മുസ്ലിം എന്നുള്ള രീതിയിൽ എന്റെ പേര് അതിൽ ഈ സോഫിയാനെന്നാ കൊടുത്തിട്ടുള്ളത്. അത് ആ തുടക്കത്തിൽ ഞാൻ ഈ RSSനെ പേടിച്ച് എഴുതി തുടങ്ങിയതാ. ഇപ്പോ അത് അങ്ങനെ തന്നെ പോട്ടെ എന്ന് വിചാരിച്ചു. ഇപ്പൊ അങ്ങനല്ല, ഇപ്പൊ ഞാൻ നമ്മളെയൊക്കെ തോപ്പിക്കണ സംഖ്യകളാണല്ലോ വന്നോണ്ടിരിക്കണേ. സത്യം പറഞ്ഞാല് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാല് പിന്നെ എന്താ പറയാ പേടിയില്ല. RSSനെ പേടിയുണ്ടോന്നാണ് ചോദ്യം. RSSനെ പേടിയില്ല, കാരണം അതിനെക്കാട്ടും വലിയ ശത്രു. കാരണം നമുക്ക് വേണ്ട പേടിയുണ്ടോന്ന് അറിഞ്ഞാൽ മതി. പേടിയില്ല, ഒരു ചെറിയ തോതിലെ ബഹുമാനമേ ഉള്ളൂ ഇപ്പൊ. ബാക്കി പറഞ്ഞോളൂ. അത് വേറെ കുറെ കാര്യങ്ങളുണ്ട്, അത് നമുക്ക് വേറെ ഡിസ്കസ് ചെയ്യാം. വീണ്ടും നമ്മളൊന്ന് കാണേണ്ടി വരും. അത് ഞാൻ പ്രതീക്ഷിച്ചിരിക്കുന്നു. അതെ. പിന്നെ അപ്പൊ ഞാൻ ഈ CAന്റെ ഉള്ള സമയത്ത് ഞാനിങ്ങനെ ഇവരെ എതിർത്ത് എഴുതാൻ വേണ്ടി നമുക്ക് ഡാറ്റ വേണമല്ലോ. അപ്പൊ ഡാറ്റ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇരുന്ന് കുറെ വായിച്ച്, അപ്പൊ കുറെ നമ്മളെ ഈ ഹിന്ദു ന്യൂസ് പേപ്പറിൽ കുറെ വായിച്ചു, ഇന്ത്യൻ എക്സ്പ്രസ്സിൽ കുറെ വായിച്ചു. എന്നിട്ട് ഞാൻ ഈ അംബേദ്കർ സർക്കിളിൽ എത്തിപ്പെട്ടു. അപ്പൊ ഞാൻ ഈ അംബേദ്കറായിട്ട് സർക്കിളിൽ എത്തിപ്പെട്ടപ്പോ പിന്നെ ഞാനൊരു ലിബറൽ ഒരു മോഡറേറ്റ് മുസ്ലിം എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ
വീട്ടിലൊരു സംഭവം നടന്നു. വീട്ടിലൊരു സംഭവം നടന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്വാഭാവികമായിട്ട് നടക്കുന്ന സംഭവം, ഈ അമ്പലത്തിൽ നിന്ന് പ്രസാദം കൊണ്ടുവരുമ്പോൾ അത് അനിയത്തിന്റെ കയ്യിൽ നിന്ന് ഉമ്മ തട്ടി മാറ്റി ഇതാക്കുന്ന ഒരവസ്ഥ. അപ്പൊ ഈ വീട്ടുകാര് സൗദിയിലൊക്കെ പോയിട്ട് വന്നിട്ട് തീവ്രത അങ്ങനത്തെ ഒരു ഫണ്ടമെന്റലിസ്റ്റിക് ഐഡിയയിലോട്ട് പോയ ആൾക്കാരാണ്. അപ്പൊ എന്റെ വല്യമ്മക്ക് കഥയൊന്നും അറിയില്ല. പുള്ളിക്കാരി പിന്നെ വീട്ടുകാരുടെ എല്ലാ നെയ്ബേഴ്സൊക്കെ നല്ല റിലേഷൻഷിപ്പിലാണ് പുള്ളിക്കാരി. ഇത് വായിച്ചു, പിന്നെ പ്രസാദം തിന്നുന്നു. അനിയത്തി തിന്നപ്പോ ഉമ്മ അത് തിന്നാൻ പാടില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇന്ത്യയിലാണ് ജീവിക്കുന്നത്, നിങ്ങൾ സൗദി അറേബ്യത്തെ പരിപാടി ഇവിടെ എടുക്കണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു രീതിയിലായി. മോഡറേറ്റ് മുസ്ലിമായി വന്നപ്പോൾ അങ്ങനെയായിരുന്നു. പിന്നീട് ഞാനത് വായിച്ചിട്ട് ലിബറൽ മുസ്ലിം എന്ന രീതിയിലോട്ട് വന്നു. അപ്പൊ ലിബറൽ മുസ്ലിം എന്ന രീതിയിലോട്ട് വന്നപ്പോ എന്താ സംഭവം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാല്, വീട്ടിൽ നിന്ന് പിന്നെ കുടുംബത്തിന്റെ അടുത്തുനിന്ന് വേറൊരു രീതിയിലായിരുന്നു. നീ എന്തിനാണ് അപ്പൊ ലിബറൽ മുസ്ലിം വരുന്ന സമയത്ത് ഞാൻ ഈ വിസ്ഡം എന്ന് പറയുന്നൊരു ഗ്രൂപ്പ് ഉണ്ടല്ലോ നമ്മുടെ മുസ്ലിങ്ങളുടെ ഇടയിൽ, അവരുടെ പള്ളികളിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ സുന്നി പള്ളിയിൽ ബിദ്അത്ത് എന്ന് പറഞ്ഞിട്ട് വിസ്ഡം പള്ളിയിലും മുജാഹിദ് പള്ളിയിലൊക്കെ പോയിരുന്നത്. അപ്പോൾ ഞാൻ ഈ എന്നിട്ട് മറ്റേ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വിസ്ഡം പള്ളി പോയി. ഞാൻ കാസർഗോഡായിരുന്നു PhD ചെയ്തിരുന്നത്. അപ്പോൾ അവിടെ ഒരു വിസ്ഡം പള്ളി ഉണ്ടായിരുന്നു, അവിടെ പോയി. അവിടെ പോയപ്പോൾ അവര് ജുമാക്ക് ഭയങ്കര എന്താ പറയാ അഗ്രസീവായിട്ട് സ്ത്രീകളെ നിങ്ങൾ പുറത്തിറക്കരുത്, സ്ത്രീകളും ഒരു പെണ്ണും ആണും കൂടി ഒപ്പിരുന്ന് പഠിക്കാൻ പാടില്ല, നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസം നാണം കെട്ട വിദ്യാഭ്യാസമാണ്, എന്താ പറയുക മുർത്തദിന്റെ വിദ്യാഭ്യാസമാണ്, കാഫിറിന്റെ വിദ്യാഭ്യാസം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര അട്ടഹാസം ഇതൊക്കെയായിരുന്നു. ഇത് കേട്ടപ്പോ എനിക്കങ്ങ് ദഹിക്കുന്നില്ല, ഒരു പരിധിയില്ലേ. അപ്പൊ ഞാന് ഭയങ്കര സ്ത്രീ വിരുദ്ധ, സ്ത്രീകളെ പുറത്തിറങ്ങാൻ പാടില്ല, സ്ത്രീകളെ വിദ്യാഭ്യാസത്തിന് വിടാൻ പാടില്ല. അപ്പൊ ഇത് എനിക്ക് 2 അനിയത്തിമാരുണ്ട്, എനിക്ക് പിന്നെ ഒരു വൈഫുണ്ട്. അപ്പൊ ഇവരോട് തോന്നല. അപ്പൊ വിസ്ഡം എന്നുള്ള പരിപാടി ശരിയാവില്ല എന്നുള്ളത് എനിക്ക് തോന്നുന്നു. പിന്നെ വിസ്ഡം പള്ളിയിൽ നിന്ന് തിരിച്ചു വന്നു. അപ്പൊ വിസ്ഡം പള്ളിയിൽ നിന്ന് തിരിച്ചു വന്ന സമയത്ത് ഞാൻ പറഞ്ഞു വിസ്ഡംകാര് ശരിയില്ല എന്ന് പിന്നെ വീട്ടിലും നാട്ടിലൊക്കെ പറഞ്ഞ് നടന്നു. അപ്പൊ വീട്ടുകാരും നാട്ടുകാരും പറഞ്ഞു അത് വിസ്ഡംകാർ നീ പറയുന്നത് ശരിയല്ല. അപ്പൊ ഞാൻ പറഞ്ഞു അപ്പൊ നിങ്ങൾ ഈ RSSനെ പറ്റി പറയുന്ന RSS മാത്രമാണ് നിങ്ങൾക്ക് തെറ്റെന്ന് ചോദിച്ചു ഞാൻ. അപ്പോ RSS മാത്രമാണ് തെറ്റ്, ഓരോന്നും ശരി, വിസ്ഡംകാരൊക്കെ ശരിയാണ്, ഒരു ഖുറാനാണ് ഫോളോ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയായിരുന്നു അവരുടെ നിന്നുണ്ടായ പ്രചോദനം ലിബറൽ മുസ്ലിം ആയിരുന്ന സമയത്ത്. അപ്പോ അങ്ങനെ ആ സമയത്ത് അപ്പോ അത് ശരിയല്ല. അപ്പോ അതിനുശേഷം ഞാൻ ഈ ഒരു എന്താ പറയുക അംബേദ്കറിസത്തിലോട്ട് എത്തിപ്പെട്ടിട്ട് അംബേദ്കർ പറഞ്ഞ പോലെ ഇങ്ങനത്തെ പുസ്തകങ്ങളൊക്കെ എഴുന്നെടുത്ത് വായിച്ച്. അപ്പൊ എനിക്ക് തോന്നിയൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല്, അംബേദ്കർ മനുസ്മൃതി എടുത്ത് കത്തിച്ചു. അങ്ങനെ ഒരു മനു ദഹൻ ദിവസം എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. അപ്പൊ ആ സമയത്ത് അപ്പൊ ഈ മനുസ്മൃതിന്റെ ഒപ്പം ഇരുന്ന് ഖുറാൻ വായിച്ചപ്പോ എനിക്ക് മനുവും ഖുറാനും ഏകദേശം ഒരേപോലത്തെ ടോണാണ് എനിക്ക് തോന്നിയത്. കാരണം മനുവിൽ പറയുന്നു എന്താ പറയാ അതായത് ലോ കാസ്റ്റ് ആയിട്ടുള്ള ഒരാള് പിന്നെ വേദം ഓതിക്കഴിഞ്ഞാൽ അയാളുടെ വായയിൽ എണ്ണ ഒഴിക്കണം എന്ന് പറയുന്നു. തൗബയില് പിന്നെ 5-ാമത്തെ ആയത്ത് പറയണു പിന്നെ മുശ്രിക്കുകളെ കണ്ടു കഴിഞ്ഞാൽ തല വെട്ടണം, അവരെതിരെ ഒളി യുദ്ധം നടത്തണം എന്നൊക്കെ പറയുന്നു. അതെ, പതിയിരിഞ്ഞ് ഒളി യുദ്ധം നടത്തണം എന്നൊക്കെ വെട്ടിക്കൊല്ലണം. അതെ. എന്നിട്ട് തൗബ തന്നെ 111-ാമത്തെ ആയത്ത് പറയുന്നത് പിന്നെ അള്ളാഹ് നിങ്ങളുടെ അടുത്ത് നിങ്ങളെ ജീവൻ വാങ്ങിയിരിക്കുകയാണ്, നിങ്ങൾ അള്ളാഹുവിന്റെ പിന്നെ എന്താ പറയാ മാർഗത്തിൽ യുദ്ധം ചെയ്യണം, അത് നിർബന്ധമാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരിപാടികൾ. അപ്പോ തൗബ വായിച്ചപ്പോ എനിക്ക് കിളി പോയി. ഞാൻ ആ ഒരു രീതിയിൽ ഇങ്ങനെ വായിച്ചപ്പോ എനിക്ക് കിളി പോയി. അതായത് ഇത് മനുസ്മൃതി പോലെ തന്നെ ഉണ്ട് ഈ സാധനം. അപ്പോ അംബേദ്കർ കത്തിച്ചില്ല, പിന്നെന്താ ഖുറാൻ കത്തിക്കുന്നതിന് പ്രശ്നം എന്നായി എന്റെ ചോദ്യം എന്റെ മനസ്സിൽ. അപ്പോ അങ്ങനെ ഒരു റിയലൈസേഷനിൽ എത്തിപ്പെട്ടതാണ്. പിന്നീടാണ് ഞാൻ ഈ മക്കത്തുനിന്നുണ്ടായ ഇതായിട്ട് കൂട്ടി വായിക്കുന്നത്. പിന്നെ എനിക്ക് മക്കത്തുനിന്ന് മാത്രമല്ല കേട്ടോ, നാട്ടിൽ ഇതേപോലെ ബസ്സുകളിൽ നിന്നും ഒക്കെ അങ്ങനെ പലതും ഉണ്ടായിട്ടുണ്ട്. എല്ലാ കേസുകളും അല്ലെങ്കിൽ മുസ്ലിം ഐഡന്റിറ്റി കാണിക്കുന്ന എന്തെങ്കിലും രീതിയിലുള്ള ഒരു സംഭവം അയാൾക്കുണ്ടാവും.
അപ്പോൾ മലപ്പുറത്താണല്ലോ അധികം മുസ്ലിംസ് നിൽക്കുന്ന ഒരു ഏരിയയും കൂടിയാണല്ലോ. അപ്പൊ ഇതൊക്കെ കൂടി കൂട്ടിയിരുത്തി വായിച്ചു. ഓക്കെ. അപ്പൊ പിന്നീട് ഒരു സദം വിട്ടപ്പോ എനിക്കിനി പ്രാർത്ഥിക്കാൻ ആരുമില്ല, ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്തിരുന്നു. ആ സമയത്താണ് ഈ മറ്റേ എന്താ പറയാ ഒരു ഒരു റിയലൈസേഷൻ ഉണ്ടായി. അതായത് വിശ്വസിച്ച് എല്ലാം ഏൽപ്പിക്കുന്നതിനേക്കാളും നല്ലത് ഇല്ലാത്ത കാര്യം ഇല്ലാന്ന് തന്നെ അന്ന് അങ്ങനെ വിചാരിച്ചിട്ട് മുന്നോട്ട് പോകണമാണ് നല്ലത്. ഒരു അവസാനത്തെ പുള്ളിക്കാരന്റെ പ്രസംഗത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട്. അത് പുള്ളിക്കാരൻ ദളിതരോടൊക്കെ പറയുന്നത് ജനറൽ ആയിട്ട് എടുക്കാൻ തോന്നുന്നു. അതായത് നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ഒരു സൂപ്പർമാനോ ദൈവമൊന്നും വരാൻ പോകുന്നില്ല, നിങ്ങൾ തന്നെ രക്ഷിക്കണം. അതിനുവേണ്ടി നിങ്ങൾ പഠിക്കുക, പിന്നെ എഡ്യൂക്കേറ്റ്, അജിറ്റേറ്റ്, ഓർഗനൈസ് എന്ന് പറഞ്ഞ സംഭവം. അപ്പൊ ആ സാധനമൊക്കെ ഇതാക്കിയിട്ട് പിന്നെ കുറച്ച് മെഡിറ്റേഷൻ ഒക്കെ ആയിട്ട് തുടക്കത്തിൽ കൊണ്ടാടുന്നിരുന്നു. മെഡിറ്റേഷൻ ഒന്നും ചെയ്യാറൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഒരു നിർഭയത്വം മാറാൻ വേണ്ടി അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇൻസെക്യൂരിറ്റി മാറാൻ വേണ്ടിയിട്ട്. പിന്നീട് ഇങ്ങനെ ഇതിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെയാണ് ഞാൻ ഈ ഒരു രീതിയിൽ എഴുതാൻ തുടങ്ങി. ഇപ്പൊ തുടക്കത്തിലുള്ള എഴുത്ത് 3 വർഷം മുന്നാണ് ഞാൻ എന്നിട്ട് ഖുറാനിലും ഹദീസ് പറയുന്ന പരസ്പര വിരുദ്ധത, സെൽഫ് കോൺട്രാഡിക്ടറി, ഇൻകോഹറന്റ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ, പിന്നെ അതിനെ വിശകലനം ചെയ്യുക. പിന്നെ ഈ ഖുറാനിലും ഹദീസിലും പറഞ്ഞിട്ടുള്ള ദൈവത്തിന്റെ കുറെ കാര്യങ്ങൾ, അതായത് ഈ പറയുന്നത് ബദൂദ് എന്നാണല്ലോ, അതിരറ്റ് സ്നേഹമുള്ളവൻ, റഹ്മാൻ റഹീം, കരുണാനിധി, പരമകാരുണികൻ എന്നൊക്കെയാണല്ലോ പറയുന്നത്. അപ്പൊ ഈ പരമകാരുണ അയാള് പിടിച്ച് പിന്നെ ശിക്ഷിക്കുന്നത്, അപ്പോ അങ്ങനെ ശിക്ഷിച്ചു കഴിഞ്ഞാല് ഈ പരമകാരുണ്യന് ഒമ്നി ബെനവലൻ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ. അതായത് വദൂദ് എന്ന് പറയുന്ന വാക്കിലും റഹ്മാനും റഹീമിലും പറയുന്നത് ഒമ്നി ബെനവലൻ എന്നുള്ള ഒരു സംഭവമാണ്. അതായത് പിന്നെ അപ്പൊ ഒമ്നി ബെനവലന്റ് ആയിട്ടുള്ള ഒരാൾ എന്തിനാണ് ജബ്ബാർ മുത്തക്കബ്ബിർ ആവുന്നത്, ഭയങ്കരമായി ഗാംഭീര്യം ഉടയവനൊക്കെ ആവുന്നത് എന്തിനാണ് എന്നുള്ളൊരു ചോദ്യം വന്നു. പിന്നീടുള്ള കാര്യം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒമ്നി, അപ്പൊ ഖുറാനിൽ പറയുന്നുണ്ട് അള്ളാഹ് എല്ലാം അറിവുള്ളവൻ, ഒമ്നിസിയന്റ്. അപ്പൊ ഒമ്നിസിയന്റ് ആയിട്ടുള്ള ആള് എന്തിനാണ് ഒരാളെ ക്രിസ്ത്യാനിയാണെന്ന് വിചാരിച്ചിട്ട് ജനിപ്പിക്കുന്നത്, ഹിന്ദു ആണെന്ന് വിചാരിച്ച് ജനിപ്പിക്കുന്നത്? അയാൾക്ക് അയാളെ സ്വർഗത്തിലിടാനാണെങ്കിൽ എല്ലാരും മുസ്ലിമായിട്ട് ജനിപ്പിച്ചൂടെ എന്നുള്ളതാണ് ചോദ്യം. പിന്നെ പേരിന്റെ അർത്ഥം അതാണെന്ന് തോന്നുന്നു, മുത്തക്കബ്ബിർ. പിന്നെ ഈ എല്ലാത്തിനും കഴിവുള്ളതെന്ന് പറഞ്ഞിട്ട് സൂറത്തുൽ ഇഖ്ലാസിലും പറയും. അതെ. അപ്പൊ ഒമ്നി സൽമാനുൽ മുർത്തദിൻ്റെ വിശേഷങ്ങൾ കുറേ കേൾക്കാനുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ ആ ഒരു ബ്ലോഗ് എടുത്തൊന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കുമായിരുന്നു. ഇവിടെ നിങ്ങൾക്ക് കാണാം കുറേ ആർട്ടിക്കിൾസ് എഴുതിയിട്ടുണ്ട്. ആളുടെ കണക്ഷൻ എന്തോ മിസ്സായി ഇരിക്കുകയാണ്. അപ്പോൾ ഇതിൽ കുറേ ആർട്ടിക്കിൾസ് ഉണ്ട്. അപ്പോൾ അതിൽ ചിലതൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഇപ്പോൾ ഇതിനകത്ത് ഇത് ഇസ്രായേൽ ഹമാസ് വാർ ആൻഡ് ദ റിലീജിയൻ ഓഫ് വയലൻസ് ആൻഡ് എക്സ് മുസ്ലിംസ് പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞിട്ട് എഴുതിയിരിക്കുന്നത്. ഞാൻ വായിച്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലാബർ ഗാസ്റ്റഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതിൽ ചിലത്, ഇഫ് മുസ്ലിംസ് യൂസ് ഇസ്ലാമോഫോബിയ അക്കോർഡിംഗ് ടു ദെയർ വിംസ് ആൻഡ് ഫാൻസീസ് ടു പ്ലേ ദ വിക്ടിം കാർഡ്, ദെൻ ഇറ്റ് ഈസ് ഹൈ ടൈം ദാറ്റ് അവർ മോഡേൺ ലെക്സിക്കോഗ്രഫി റീഎസ്റ്റാബ്ലിഷസ് ദ ഫോർഗോട്ടൺ വേർഡ് ജൂതിയോഫോബിയ. അപ്പോൾ ജൂതഫോബിയ എന്ന് പറയുന്നൊരു സാധനം, ജൂത വിരുദ്ധത, ആൻറ്റി സെമിറ്റിസം എന്ന് പറയുന്നൊരു വിഷയം നമ്മളെപ്പോഴും പറയാറുണ്ട്. ഇസ്ലാം അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ ജൂതഫോബിയാണ് എന്നാണ് നമ്മൾ പറയാറുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് സൽമാൻ എഴുതിയിരിക്കും. സൽമാനോട് എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്, എത്രയും പെട്ടെന്ന് നല്ലൊരു ക്യാമറയും നല്ലൊരു മൈക്കും വാങ്ങിക്കുക. നമ്മളുടെ ഈ ലൈവിൽ ഒരു സ്ഥിരം പങ്കാളിയായിട്ട് മാറുക. ഇടയ്ക്കൊക്കെ വന്ന് ജോയിൻ ചെയ്താൽ ഇതേപോലെ കാര്യങ്ങളിൽ നിങ്ങൾക്ക് അതിന് നല്ലൊരു സാധ്യതയുണ്ട് ഈ ഒരു വിഷയത്തിൽ. ഇപ്പം കണ്ടല്ലോ, ഓരോരോ ആളുകൾ നമ്മൾ വരും തോറും കൂടുതൽ ആളുകൾക്ക് അത് പ്രചോദനമാവുക ചെയ്യുക. അപ്പോൾ ഇടയ്ക്കൊക്കെ നമ്മൾ കൂടെ അവിടുത്തെ ഫ്രീ ടൈമൊക്കെ നോക്കിയിട്ട് ജോയിൻ ചെയ്താൽ നന്നായിരിക്കും. സ്വന്തമായിട്ടൊരു ചാനൽ തുടങ്ങുക, അതിനകത്തേക്കും കൂടി സ്ട്രീം ചെയ്യുക. അപ്പോൾ 2 ചാനലിലും ചെയ്യാൻ പറ്റും. അപ്പോൾ എക്സ് പ്ലാറ്റ്ഫോം ഉപയോഗിക്കുക, അങ്ങനെ പല പല പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അപ്പോൾ അത് ചെയ്യുക. ഈ കണക്ഷനും ഈ ക്യാമറയും ഈ മൈക്കും വെച്ചിട്ട് നടക്കില്ല. അത് എത്രയും പെട്ടെന്ന് മാറ്റിയാൽ ഇതെല്ലാം നടക്കും. അപ്പോൾ അതൊരു കാര്യമായിട്ടൊന്ന് പറയുകയാണ്. സോ യു ഹാവ് ആ ഒരു പൊട്ടൻഷ്യൽ. ഓക്കെ, താങ്ക് യു. അപ്പോൾ പറയൂ. അപ്പൊ എനിക്ക് തോന്നുന്നത് ജസീമിന്റെ ആ ഒരു പോസിറ്റീവ് എക്സ്പീരിയൻസ് എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായി എന്ന് തോന്നുന്നുണ്ട്.
പിന്നെ ഈ അൽ ഖ്വയ്ദ എന്ന് പറയുന്ന സംഭവം ബേസിക്കലി ഖുറാൻ പറഞ്ഞ സാധനങ്ങളൊക്കെ തന്നെയാണല്ലോ അവരും ചെയ്യുന്നത്. പിന്നെ ആരിഫ് നേരത്തെ അല്ലെങ്കിൽ ചേട്ടായി നേരത്തെ പറഞ്ഞ നമ്മുടെ ഈ കോയ കോളനി ഇടക്കിടക്ക് പറയുന്ന ഒരു സംഭവമാണല്ലോ. അതായത് ഖുറാനില് ഈ കണ്ടടിച്ച് വെച്ച് വെട്ടണം എന്ന് പറഞ്ഞ സാധനം. ഇനിയിപ്പോ വേറൊരു ഇന്റർപ്രിട്ടേഷൻ ഉണ്ടായിരുന്നു ആ സമയത്ത്. അതായത് ഞാൻ എന്നെ തന്നെ പറഞ്ഞ് പിന്നെ എന്താ പറയാ ജസ്റ്റിഫൈ ചെയ്തിരുന്ന ഒരു കാര്യം. അതായത് നമ്മുടെ ഈ തൗബയില് ബിസ്മി ഇല്ലല്ലോ. ബിസ്മി ഇല്ലാതെ ഓതണം എന്ന് പറയുന്നത് സൽമാനെ പാനലിലേക്ക് എടുക്കണം എന്നാണ് കേട്ടോ നാട്ടുകാരൊക്കെ പറയുന്നത്. ഇനിയിപ്പോ ഈ വീഡിയോ വീട്ടിലോട്ട് എത്തിക്കഴിഞ്ഞാൽ എന്ത് ഭൂകമ്പം ഉണ്ടാവാമെന്ന് പറയാൻ പറ്റില്ല. അതൊന്നും പറയാൻ പറ്റില്ല, എന്തും സംഭവിക്കാം. ഓക്കെ. അപ്പോ പിന്നെ അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ എന്നോട് തന്നെ പറഞ്ഞു തൗബ ബിസ്മില്ലാത്ത സുഹൃത്താണ്. അപ്പൊ അത് യുദ്ധസമയത്ത് പറഞ്ഞതാണ്. അതെന്തിനാണ് ഞാൻ കേട്ടത്? നേരം കിട്ടിക്കാണൂല. പിന്നീട് പിന്നെ ആരിഫ് സാറ് ആരിഫ് നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ ഒരു അടുത്തൊരു കോളിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് യുദ്ധസമയത്തല്ല, യുദ്ധം വിജയിച്ചതിന് ശേഷം അവസാനത്തെ പ്രസംഗം എന്നുള്ള രീതിയിൽ തന്നെയാണ് മുഹമ്മദ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഇനി അങ്ങോട്ടുള്ള മുസ്ലിങ്ങളുടെ ജീവിതത്തിനുള്ള സംഭവമാണത്. അപ്പൊ അത് ആ കോണ്ടെക്സ്റ്റ് അവിടെ ശരിയാകുന്നില്ല. ഇനിയിപ്പോ അങ്ങനൊരു കാഴ്ചപ്പാട് അങ്ങോട്ട് കൊണ്ടുവന്നാൽ തന്നെ തൗബയിലെ വെറുപ്പിലോട്ടാണ് ബാക്കിയുള്ള സുഹൃത്തുക്കളൊക്കെ പറഞ്ഞു വെക്കുന്നത്. അപ്പൊ ബക്കറെ പറയുന്നുണ്ട്, ബക്കറയിലും മായിദയിലും പറയുന്നുണ്ടെന്നോ, നിങ്ങളായിട്ട് കൂട്ടുകൂടരുത്, അവരോട് കൂട്ടുകൂടി കഴിഞ്ഞാൽ നിങ്ങൾ അവരെ പോലെ ആയിപ്പോവും എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. എന്നിട്ട് പിന്നെ അതേപോലെ തന്നെ അമുസ്ലിങ്ങളായിട്ട് കൂട്ടുകൂടരുത് എന്ന് പറയുന്നുണ്ട്. പിന്നെ അമുസ്ലിങ്ങളും ഈ കാഫിറുകൾ നരകത്തിന്റെ തീയിന്റെ ഫോഡറാണ്. അതായത് നരകിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണെന്ന് പറഞ്ഞിട്ട് മായിദയിൽ പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ അതില് അപ്പൊ എല്ലാം തൗബയിലോട്ടാണ് കൊണ്ടെത്തിക്കുന്നത് ഖുർആൻ. ഇനിയിപ്പം എത്രത്തോളം ഇതിനെ നമ്മൾ തൗബേനെ ന്യായീകരിക്കാൻ നോക്കിക്കഴിഞ്ഞാലും, തൗബ ഇനി നമ്മൾ ഖുർആനിൽ ഒഴിവാക്കി കഴിഞ്ഞാലും, എല്ലാ മുഹമ്മദിന്റെ അവസാനത്തെ പ്രസംഗം അതിന്റെ അടിസ്ഥാനത്തിൽ വന്ന തൗബ, അതിന്റെ അങ്ങോട്ടാണ് ഖുർആൻ മൊത്തത്തിൽ എത്തിക്കുന്നത് അവസാനത്തിൽ. അപ്പൊ നമുക്ക് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഖുർആനെ ന്യായീകരിക്കാൻ പറ്റുക എന്നുള്ളതാണ്. പിന്നീട് വേറൊരു സംഭവം ജസ്റ്റിഫിക്കേഷൻ ഞാൻ എന്നോട് തന്നെ പറഞ്ഞിരുന്നത്, ഹദീസുകളിൽ ഞാൻ കുറെ വെറുപ്പുകൾ ആദ്യം കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ നമ്മുടെ ചേകന്നൂർ പോലെ ആക്കിയിരുന്നു, ഹദീസൊക്കെ മൊത്തം വിട്ടിട്ട് നമ്മുടെ ഖുർആൻ മാത്രം മതി എന്ന് പറഞ്ഞിട്ട് രാവിലെ ഉച്ചയ്ക്ക് രാത്രി മാത്രം നിസ്കരിച്ച് നടന്നിരുന്നു കുറച്ചു കാലം. പിന്നെ അപ്പോ പിന്നീടാണ് ഈ ഖുർആനെ വീണ്ടും എടുത്തിട്ട് വിശകലനം ചെയ്തപ്പോ ഖുർആന്റെ കോണ്ടെക്സ്റ്റ് ആണ് ഹദീസ് എന്നുള്ള രീതി മനസ്സിലാവുന്നത്. അപ്പോ ഖുർആനും വെറുപ്പ് തന്നെയാണ്, മനുസ്മൃതിയോളം തന്നെ വെറുപ്പുള്ളൊരു സാധനമാണ്. ഹദീസിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു മതം എങ്ങനെയാണ് ഒരു ദൈവം ഉണ്ടാവുന്നത് എന്നുള്ള ഒരു റിയലൈസേഷനിൽ എത്തുകയാണ്. അപ്പോ അതാണ് സംഭവം. അപ്പൊ അൽ ഖ്വയ്ദന്റെയും ആ ഒരു പോസിറ്റീവ് എക്സ്പീരിയൻസിന്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ക്ഷമിച്ച് ഞാൻ പറഞ്ഞ കേട്ടതിന് നന്ദി. ഓക്കെ. അപ്പോൾ എന്തായാലും സംസാരിക്കാൻ കഴിഞ്ഞാലും പരിചയപ്പെടാൻ കഴിഞ്ഞാലും വലിയ സന്തോഷം. നമ്മൾ പറഞ്ഞ കാര്യം ഒന്ന് കാര്യമായിട്ട് എടുക്കുക. ആ ഒരു മേഖലയിലേക്ക് കടന്നു വരണം, കൂടുതൽ ആളുകൾ വരണം എന്ന് തന്നെയാണ് നമ്മളുടെ ആഗ്രഹം. അപ്പോൾ അതിന് എല്ലാവിധ ഭാവങ്ങളും നേരെയാണ്. നമ്മളുടെ പാനലിൽ സൗകര്യമുള്ള സമയത്ത് വന്നാൽ നമുക്ക് ജോയിൻ ചെയ്യാം. അതുകൂടാതെ സ്വന്തമായിട്ടാണെങ്കിലും അത് ചെയ്യുക. എഴുത്ത് വളരെ നല്ല രീതിയിൽ, ഞാൻ ഒരെണ്ണം ഇപ്പോൾ ജസ്റ്റ് നോക്കിയിട്ടുള്ളൂ, നല്ല രീതിയിൽ പോകുന്നുണ്ട്. അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് മലയാളത്തിലും കൂടിയൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്. അതിനൊരു മലയാളം വേർഷൻ ഇറക്കിയാൽ നല്ലതാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ജൂതവിരുദ്ധത സംബന്ധിച്ചിട്ടുള്ള സാധനമാണ് ഞാനൊന്ന് ഓടിച്ചു നോക്കിയത്. അപ്പോൾ അത് വളരെ വാലിഡ് ആയിട്ടുള്ള ചില ആ പ്രമിസ് എനിക്ക് ഇഷ്ടപ്പെട്ടു, അത് സെറ്റ് ചെയ്യുന്ന രീതി. സോ അത് നല്ല രസമുണ്ട്. സോ താങ്ക് യു സോ മച്ച്. സത്യം പറഞ്ഞാല് ഈ അതെ, താങ്ക് യു സോ മച്ച്. ഞാനൊരു ചെറിയ കാര്യം പറഞ്ഞിട്ട് ഞാൻ നിർത്താം. ഷുവർ, പറയൂ. അപ്പോ ഒരു 5-10 മിനിറ്റ് പിന്നെ ഞാൻ ഈ ഫൈനലായിട്ട് 2 ആർട്ടിക്കിൾസ് എഴുതിയതിൽ ഞാൻ ശരിക്കും ഈ 3 വർഷം മുന്നേ ഞാൻ എഴുതി കുറച്ച് ആർട്ടിക്കിൾസ് ഉണ്ട് ഈ ദൈവത്തിന്റെ ആ ഒരു അസ്തിത്വത്തിനെ വെച്ചിട്ട്. അപ്പോ
അത് 3 വർഷം മുന്നേ എഴുതിയതാണ്. പിന്നീട് ഈ ലാസ്റ്റ് അവസാനമായിട്ട് എഴുതിയ 2 ആർട്ടിക്കിൾസ് ശരിക്കും പിന്നെ ആരിഫിന്റെ വീഡിയോസ് വെച്ചിട്ടുള്ള അതും കൂടി കേട്ടിട്ട് അതിൽ നിന്ന് കുറെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ ദൈവത്തിന്റെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇതാക്കുമ്പോൾ ഈ അഹ്സാബിൽ വരുന്ന പ്രശ്നങ്ങൾ, ഈ അഹ്സാബ് എന്ന് പറഞ്ഞ സൂറത്തിൽ വരുന്ന കുറെ കാര്യങ്ങളുണ്ടല്ലോ. സെയ്ദിന്റെ ഭാര്യനെ വിമോചനം ചെയ്യാൻ പറയുന്നതും കെട്ടുന്നതും, അതേമാതിരി എന്നിട്ട് മാരത്തിൽ ഗിപ്തിയനെ പൂശിയതിന് ശേഷം ആ വാക്ക് മുഹമ്മദ് പേറ്റന്റ് ഭാര്യ ഉള്ളതാണ് കേട്ടോ. ആ വാക്ക് പേറ്റന്റ് ഉള്ളതാണ്. പേറ്റന്റ് റൈറ്റ്സ് തരേണ്ടി വരും. അതെ അപ്പോ അതിനുശേഷം ഹഫ്സത് ആരോടത്തോ പറഞ്ഞിട്ടാണെന്ന് തോന്നുന്നു ഖുറാനിലെ ആയത്തുകൾ ഇറങ്ങിയത്. നീ എന്തിനു അത് പറഞ്ഞു? ആയിഷയുടെ അടുത്ത്. അതെ, നീ എന്തിനത് പറഞ്ഞു? നിന്നോട് വായ മൂടി വെക്കാൻ പറഞ്ഞതല്ലേ എന്ന് ഖുറാൻ പറയുകയാണ് ഹഫ്സനോട്, മുഹമ്മദിനെ ദേഷ്യം പിടിപ്പിച്ചുകൊണ്ട്. അപ്പൊ ഇതൊക്കെ പിന്നീടാണ് പിന്നെ മനസ്സിലാക്കുന്നത്. ഞാൻ ഈ വീഡിയോസ് കാണാൻ തുടങ്ങിയതിന് ശേഷം അതെന്നെ കൂടുതലായിട്ട് എന്താ പറയാ, ഇയാളെ വെറുക്കാൻ, ആ മുഹമ്മദ് എന്നുള്ള ആളെ വെറുക്കാൻ പിന്നെ തുനിഞ്ഞു. അതുവരെ എൻ്റെ ഒരു കൺസെപ്റ്റ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല്, ഇസ്ലാം എന്നുള്ള കൺസെപ്റ്റ് മാലോകരിൽ എന്താ പറയാ, അന്ത്യനാള് വരെയുള്ള സാധനം ആക്കാതെ ഒരു മനുഷ്യനുള്ള രീതിയിൽ അയാളെ പഠിക്കാൻ വേണ്ടി വെക്കാം. അയാൾ ചിലപ്പോൾ ചില ചെയ്ത കാര്യങ്ങൾ പിന്നെ നല്ലത് എന്നുള്ള രീതിയിൽ വെച്ചിട്ട് അത് ഒരു പിന്നെ ഗാന്ധിനെ പഠിക്കുന്ന പോലെ അല്ലെങ്കിൽ ഹിറ്റ്ലറിനെ പഠിക്കുന്ന പോലെ ഒക്കെ പഠിച്ചിട്ട് വെച്ചാൽ മതി എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു അഭിപ്രായം. പക്ഷെ ഈ അഹ്സാബിൽ പറഞ്ഞ കാര്യങ്ങളും അതിന്റെ കോണ്ടക്സ്റ്റ് ഒക്കെ വെച്ച് നോക്കിയപ്പോ പിന്നെ അടിമതത്തിന്റെ കുറെ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കിയപ്പോ ഇയാൾ ഒരു രീതിയിലും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ഒരാളാണ് എന്നുള്ള ഒരു കൺക്ലൂഷനിൽ എത്തിപ്പെടുകയാണ് ഞാൻ. അത് ശരിക്കും ആരിഫിന്റെ വീഡിയോസ് കണ്ടതിന് ശേഷമാണ് ഞാൻ എത്തിപ്പെടുന്നത്. പിന്നെ ആ 2 ആർട്ടിക്കിൾസ് ശരിക്കും ആരിഫിന്റെ ആ ഒരു ഇത് കേട്ടിട്ട് അതിനും കൂടി ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് എഴുതിയതാണ്. ശരിക്കും ആ ഇസ്രായേൽ എക്സ് മുസ്ലിം പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞ സാധനം. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഞാൻ ഈ ഇസ്രായേല് യുദ്ധം കൊടുമ്പിരി കൊള്ളുന്ന സമയത്ത് വീട്ടുകാരൊക്കെ ഭയങ്കര ഇസ്രായേൽ വിരോധികളും പിന്നെ ഒക്കെ ആയിരുന്നു. അപ്പൊ ആ സമയത്ത് ഞാൻ ചോദിച്ചു, അപ്പൊ നിങ്ങളെന്താ ഉക്രൈനെ പറ്റി ഒന്ന് പറയാത്തെന്ന് ചോദിച്ചു. ഞാൻ വായിച്ചു അതിനകത്ത്. അപ്പൊ പറഞ്ഞു പ്രധാനമന്ത്രി ശരിയില്ല, അവൻ ജൂതനാണ് എന്ന് പറഞ്ഞു. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ ജൂതൻ, ഞാൻ ഇപ്പൊ ആരിഫ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത്രയും കാലം കാണാത്ത ഒരാളെ വെറുക്കാൻ വേണ്ടി പഠിപ്പിക്കുക ഖുർആൻ. ഞാൻ ജീവിതത്തിൽ ഇതുവരെ ജൂതനെ കണ്ടിട്ടില്ല. ഞാൻ ഇപ്പൊ സ്വീഡനിൽ വന്നതിന് ശേഷമാണ് ജൂതനെ കാണുന്നതും. ജൂതന്റെ പെരുമാറ്റം, he's the cause of the war. Jews cannot be trusted. They are all treacherous. അതെ. അപ്പൊ അങ്ങനെയാണ് ഞാൻ ഈ ജൂതിയോഫോബിയ ശരിക്കും ഇസ്ലാമിലുണ്ട്. പിന്നെ അതിന് ഖുറാനിൽ കുറെ സംഭവങ്ങളുണ്ടല്ലോ. ശരിക്കും വഴിപിഴച്ചവർ, ശപിക്കപ്പെട്ടവർ അവരാണെന്നാണല്ലോ ഫാത്തിഹന്റെ മറ്റേ തഫ്സീറിലൊക്കെ പറയുന്നത്. അപ്പൊ ഞാൻ ജൂതന്മാരോടുള്ള വെറുപ്പ് എന്താ പറയാ ഇൻജക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് തുടക്കം തൊട്ട് ഒടുക്കം വരെ. എന്നിട്ട് ജൂതൻ അവസാനം ഞാൻ മീറ്റ് ചെയ്തപ്പോ ഞാന് പിന്നെ അയാൾ വളരെ നല്ല രീതിയിൽ എന്നോട് പെരുമാറി. അയാൾ എന്നിട്ട് എന്നോട് ചോദിക്കുകയൊക്കെ ചെയ്തു, നിനക്ക് വല്ല പ്രശ്നമുണ്ടോ എന്റെ വീട് തരുന്നതിന്? അത് സാറേ എനിക്ക് പ്രശ്നമൊന്നുമില്ല, വളരെ നല്ല രീതിയിൽ എന്നോട് പെരുമാറിയത്. ഫോൺ വിളിക്കുകയും പിന്നെ വളരെ നല്ല രീതിയിലല്ലാതെ പിന്നെ എങ്ങനെയായിരിക്കണം പെരുമാറേണ്ടിയിരുന്നത്? അത് എനിക്കറിയാൻ ആഗ്രഹമുണ്ട്. എനിക്ക് തോന്നുന്നത് ഒരു ജൂതൻ ഒരു മുസ്ലിം, അതെ, ഒരു ജൂതൻ മുസ്ലിമിനോട് സ്റ്റീരിയോടൈപ്പ് ആണത്, പ്രിജുഡൈസ് സ്റ്റീരിയോടൈപ്പ്. ഒരു ജൂതൻ മുസ്ലിമിനോട് അങ്ങനെ വീട് ചോദിക്കുകയാണെങ്കിൽ വീട് ഒരിക്കലും ഇത് കൊടുക്കൂലായിരുന്നു എന്നുള്ളതാണ്. അതെ. പിന്നെ ഇത് വീട് തന്നു എന്നിട്ട് പറഞ്ഞു ഞാന് ഇസ്രായേലിൽ പോവാണ്, പിന്നെ എനിക്ക് ഇസ്രായേലിൽ പോകാനാണ് ആഗ്രഹം, ഞാൻ ജൂതനാണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, അത് നിങ്ങളെ പേഴ്സണൽ ചോയ്സ് അല്ലേ, നിങ്ങൾ പോണേന് എനിക്കെന്താ പ്രശ്നം? അല്ല നിന്റെ പേര് അങ്ങനെയാണല്ലോ. എനിക്ക് പറഞ്ഞു എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഞാൻ മതം കണ്ടിട്ട് 3 വർഷമായി എന്ന് പറഞ്ഞു. നിങ്ങൾ വീട് തരാൻ തന്ന തന്നെ വലിയ കാര്യമാണ് എന്ന് പറഞ്ഞു. അപ്പൊ ആ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലും കൂടിയാണ് ഇങ്ങനെ എഴുതിയത് ഞാൻ.
ജൂതൻ ഭയങ്കര പിശുക്കനാണ്, ഭയങ്കര പണക്കൊതിയനാണെന്നൊക്കെ പറയുന്നത്. അറ്റ കൈക്ക് ഉപ്പ് തേക്കാത്തവനാണ് ജൂതന്മാരെ പറ്റി പറയുന്നത്. പറയുന്നുണ്ടല്ലോ അങ്ങനെ. അത് മറ്റേ ഹിറ്റ്ലറിന്റെ ഒരു പ്രൊപ്പഗണ്ട ആയിരുന്നല്ലോ ഈ. അത് നമ്മുടെ ഞാൻ ഫറൂഖ് കോളേജിലാണ് പഠിച്ചിരുന്നതേ. അപ്പോ ആ സമയത്ത് ഡിഗ്രിക്ക് അവിടെ പഠിച്ചിരുന്നു. ആ സമയത്ത് ഇതൊക്കെ പറഞ്ഞിരുന്നു. ഹിറ്റ്ലർ ജൂതന്മാരെ കൊന്നത് നല്ലതായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു നടന്നിരുന്നു. അവിടുത്തെ MSFകാരും KSUവിലുണ്ടായിരുന്ന മുസ്ലിങ്ങളും. അത്യാവശ്യ ഘട്ടങ്ങളിൽ ഹിറ്റ്ലർ നമ്മളുടെ ഒരു ട്രസ്റ്റഡ് സോഴ്സ് വരെയാവും. അത് ആ സമയത്ത് പറഞ്ഞു നടന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് അങ്ങനെയൊക്കെ പറഞ്ഞു നടന്ന സംഭവം ഉണ്ടായിരുന്നു. പിന്നെ അന്ന് ഞാനൊരു ഇടത്തോട്ടായിരുന്നു ചായ എൻ്റെ. നമ്മുടെ മോഹൻലാലൊക്കെ നടക്കുന്ന പോലെ ഇടത്തോട്ടായിരുന്നു ചായ. ഞാന് നമ്മുടെ എന്താ പറയാ, അത് MSFകാർ എന്നോട് പാർട്ടി ചേരാൻ വന്നിട്ട് പറഞ്ഞത്, നീ മുസ്ലിം ആണെങ്കിൽ MSF ചേരണം എന്നാ പറഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. മുസ്ലിം ലീഗിന്റെ ഉള്ളിൽ തന്നെയുള്ള വർഗീയത സംഭവങ്ങളൊക്കെ അന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ഞാന് SFI ഭയങ്കര സംഭവം എന്നൊക്കെ പറഞ്ഞ് ഇടത്തോട്ട് ചാഞ്ഞ് നടന്നിരുന്നു കുറച്ചു കാലം. പിന്നീട് ഈ പ്രകൃതിന്റെ കുറച്ച് ഇഷ്യൂസിന്റെ പേര് കാണിക്കുന്ന ഇരട്ടത്താപ്പ്, എൻവയറമെന്റൽ സയൻസ് ആയിരുന്നു എൻ്റെ പിന്നെ MSc. അപ്പൊ ഈ പ്രകൃതി നമ്മുടെ ഓപ്പോസിഷനിൽ ഇരിക്കുമ്പോൾ പ്രകൃതിക്ക് വേണ്ടി സംസാരിക്കുകയും ഭരണത്തിലോട്ട് വരുമ്പോൾ അവരതിനോട് കാണിക്കുന്ന ഇരട്ടത്താപ്പ്, കാപട്യം. അപ്പൊ അങ്ങനെ ഇടത്തുനിന്ന് മാറി വന്നു. അങ്ങനെയൊക്കെയാണ് കുറെ കാര്യങ്ങൾ. എനിക്ക് തോന്നുന്നു കുറെ സാമ്യതകൾ ആരിഫ് സാറിന്റെ കഥയായിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. അതാണ് ഞാനിങ്ങനെ ആലോചിക്കുന്നത്. പല കാര്യങ്ങളും നമുക്ക് വലിയ വെല്ലുവിളിയാണ് എന്തായാലും. അത്രത്തോളം എത്തില്ല എനിക്ക് തോന്നുന്നു. ഇതെന്തായാലും ശരിക്കും ഒന്ന് ആലോചിക്കൂ. ഒരു കണക്ഷൻ, ക്യാമറ ആൻഡ് എ മൈക്ക്, ബാക്കി പിന്നെ നമുക്ക് പൊളിക്കാം. യെസ്, ഓക്കെ. ഞാൻ എന്തായാലും ഇടയ്ക്ക് ചാനലിലോട്ട് വരാം. കണക്ഷൻ ക്യാമറയും മൈക്കും നമുക്ക് പിന്നെ നോക്കാം. ഇല്ലെങ്കിൽ നമ്മൾ ജൂത ഫണ്ട് ഇറക്കും, സംഘി ഫണ്ട് ഇറക്കും. മരുന്ന് മാഫിയ ഫണ്ട്. മരുന്ന് മാഫിയ ഉണ്ട്. അതിനിപ്പോ അടുത്തത് ചാപ്പ് എനിക്ക് പലർക്കും കിട്ടുന്നതാണല്ലോ. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. Dingahu Akbar, Dingahu Akbar, Dingahu Akbar, Dingahu Akbar. Ashhadu an la ilaha illa Dingah. Ashhadu an la ilaha illa Dingah. Ashhadu anna mitumuya rasulu Dingah. Ashhadu anna mitumuya rasulu Dingah. Hayya ala free thinking. Hayya ala free thinking. Hayya ala scientific temper. Hayya ala scientific temper. Dingahu Akbar, Dingahu Akbar. La ilaha illa Dingah. La
Thank you.